പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ജാഗരൂകരായിരിക്കുവിൻ. ഇന്നത്തെ വായനയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് ജാഗരൂകരായിരിക്കുവിൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 32-37 വരെയുള്ള 6 വാക്യങ്ങളിടയിൽ 3 തവണ ആവർത്തിക്കുന്നുണ്ട് ജാഗരൂകരായിരിക്കുവിൻ. നമുക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം യുഗാന്ത പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ അവസാനം മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിധിയാളനായിട്ടുള്ള വരവ്, ലോകാവസാനം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കാരണം എപ്പോഴാണ് വരിക എന്നറിയില്ല. ഉദാഹരണം എടുത്ത് കാണിക്കുന്നു. യാത്രയ്ക്ക് പോയ ഗൃഹനാഥൻ എപ്പോഴാണ് വരിക എന്നറിയാത്തതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഒരുങ്ങിയിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇത് ഇന്നും ഏറെ പ്രസക്തമാണ്. നമ്മളിപ്പോൾ വലിയൊരു നടുക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ലല്ലോ. കേരളത്തിലുണ്ടായ വലിയ ഉരുളുപൊട്ടലുകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്രയോ ആളുകൾ രാത്രി കിടന്നുറങ്ങിയവരാണ്. സമാധാനമായി നേരം വെളുക്കുമ്പോൾ അവരെ കാണാനില്ല, മണ്ണിനടിയിലായി പോകുന്നു. 500 പേര് മരിച്ചു എന്ന് പറയാം, നമുക്കറിയില്ല. എല്ലാവർക്കും സംഭവിക്കാം. അത് ഉരുളുപൊട്ടലാകാം, വെള്ളപ്പൊക്കമാകാം, കൊടുങ്കാറ്റാകാം, ഹൃദയസ്തംഭനമാകാം, എന്തുമായിക്കൊള്ളട്ടെ. ലോകാവസാനത്തേക്കാൾ പ്രധാനം എൻ്റെ അവസാനമാണ്. അതുകൊണ്ട് എപ്പോഴാണ് കർത്താവ് മടങ്ങി വരിക, എത്ര നാളത്തേക്ക് എനിക്ക് ജീവിതമുണ്ടെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത്? യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുക, യേശു പറഞ്ഞതനുസരിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചു കൊടുക്കാതിരിക്കുക. ഒരുപാട് സമ്പത്ത് കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഉള്ളവരുമായി പങ്കുവയ്ക്കുക. എല്ലാവരോടും ക്ഷമിക്കുക. സ്നേഹത്തോടെ ജീവിക്കുക. അങ്ങനെ എപ്പോൾ വിളി വന്നാലും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കാം. അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുന്നു, ജാഗരൂകരായിരിക്കുക. നിൻ വഴിയേ